വാത്സല്യമുള്ളവരെ, ആണ്ടുവട്ടം 4-ാം ഞായർ ദിവ്യബലി മധ്യേ വായിക്കുന്ന സുവിശേഷ ഭാഗം മർക്കോസ് 1-ാം അധ്യായം 21 മുതൽ 28 വരെ വാക്യങ്ങൾ. യേശു തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്നത് ജനങ്ങളുടെ മധ്യേ ദൈവരാജ്യം പ്രഘോഷിച്ചുകൊണ്ടാണ്. 1:14 മുതൽ 15 വരെ. ദൈവരാജ്യം ജനതകളുടെ ഇടയിൽ സംജാതമാകുന്നതിനു വേണ്ടിയുള്ള പ്രബോധനങ്ങളും പ്രവർത്തനങ്ങളും നൽകുന്നതിൽ യേശു വ്യാപൃതനായിരുന്നു. അധികാരത്തോടെ പഠിപ്പിക്കുകയും ശക്തിയോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന യേശുവിനെ മർക്കോസ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് അവതരിപ്പിക്കുകയാണ്. ദൈവരാജ്യ സ്ഥാപനത്തിൽ അഥവാ ദൈവരാജ്യ ദൗത്യത്തിൽ പ്രബോധനവും പ്രവൃത്തിയും ഒരുപോലെ കോർത്തിണക്കിയാണ് യേശു മുന്നോട്ട് പോകുന്നത്. അപ്രകാരം യേശു തൻ്റെ ദൗത്യവുമായി കഫർനാമിൽ എത്തുന്നു. ഹസ്മോണിയരുടെ കാലത്ത് 1403 രൂപം കൊണ്ട ഒരു മത്സ്യഗ്രാമമാണ് കഫർനാം. ഗലീലി കടലിന്റെ വടക്കൻ തീരത്താണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. യേശുവിന്റെ ഗലീലിയിലുള്ള പ്രേക്ഷിത ദൗത്യത്തിന്റെ കേന്ദ്രം കഫർനാം ആയിരുന്നു. ഒരു സാബത്ത് ദിവസം ഈ ഗ്രാമത്തിലെ ഒരു സിനഗോഗിൽ പ്രവേശിച്ച് യേശു പഠിപ്പിക്കുന്നു. യേശു ദൗത്യത്തിന്റെ 2 ഘടകങ്ങളിൽ ഒന്നായ പ്രബോധനം ഇവിടെ നൽകപ്പെടുകയാണ്. സാധാരണയായി നിയമജ്ഞൻ നൽകുന്ന പ്രബോധനങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയാണ് യേശു അവലംബിക്കുന്നത്. നിയമജ്ഞരാകട്ടെ നിലവിലുള്ള നിയമങ്ങളെ ആശ്രയിച്ച് വ്യാഖ്യാനം നൽകുന്നു. പക്ഷെ യേശു ആകട്ടെ നിയമങ്ങൾക്ക് അതീതമായി ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച് ഒരു പ്രവാചകനെ പോലെ അധികാരത്തോടെ പഠിപ്പിക്കുന്നു. നിയമജ്ഞർ തങ്ങളുടെ പഠനങ്ങൾക്ക് പ്രാധാന്യം നൽകിയിരുന്നത് ജനം അനുഷ്ഠിക്കേണ്ട കർത്തവ്യങ്ങളെ കുറിച്ചായിരുന്നു. എന്നാൽ യേശുവിൻ്റെ പ്രബോധനങ്ങൾ സ്നേഹബന്ധിതമായിരുന്നു. നിയമജ്ഞർ ശ്രോതാക്കളിൽ ഉളവാക്കിയ സ്വാധീനത്തെക്കാൾ 10 മടങ്ങ് ശക്തിയോടെയാണ് യേശുവിൻ്റെ പ്രബോധനങ്ങൾ ജനങ്ങളെ സ്വാധീനിച്ചിരുന്നത്. യേശുവിൻ്റെ പ്രബോധനങ്ങളിൽ പ്രകടമായിരുന്ന ബോധ്യങ്ങളും സ്വഭാവ വൈശിഷ്ട്യവുമാണ് ശക്തമായ സ്വാധീനത്തിന് കാരണമായത്. അതിനാൽ യേശുവിൻ്റെ പ്രബോധനം ശ്രോതാക്കളിൽ വിസ്മയം ജനിപ്പിച്ചു. സിനഗോഗിലെ പ്രബോധന വേളയിൽ ദുരാത്മാവ് ബാധിച്ച ഒരാൾ ജനക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അക്കാലത്ത് ജനങ്ങൾ തങ്ങളുടെ ജീവിത സംഭവങ്ങളെ ആത്മാക്കളുടെ ലോകവുമായി ബന്ധിപ്പിക്കാറുണ്ട്. തങ്ങൾക്ക് നിർവഹിക്കാനാവാത്ത സംഭവങ്ങളെയും രോഗങ്ങളെയും പ്രാപഞ്ചിക കാര്യങ്ങളെയും ആത്മാക്കളുടെ ലോകവുമായി ബന്ധപ്പെടുത്തിയിരുന്നു. അപ്രകാരം ശുഭകാര്യങ്ങളെ ദൈവദൂതന്മാരോടും അശുഭമായവയെ ദുരാത്മാക്കളോടും അക്കാലത്തെ ജനങ്ങൾ അനുബന്ധിച്ചിരുന്നു. ഇവ ഒറ്റയ്ക്കോ കൂട്ടം ചേർന്നോ ജനങ്ങളുടെ വ്യാപാരത്തിൽ നിരന്തരം ഇടപെട്ടിരുന്നതായി യേശുവിൻ്റെ സമകാലികർ വിശ്വസിച്ചിരുന്നു. നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു എന്ന് ആക്രോശിച്ചുകൊണ്ട് പിശാച് ബാധിച്ച ആ മനുഷ്യനിൽ നിന്നും ദുരാത്മാക്കൾ കയർക്കുമ്പോൾ ഒരു പറ്റം ആത്മാക്കൾ അവനിൽ ഉണ്ടുവെന്ന് സുവിശേഷകൻ സമർത്ഥിക്കുകയാണ്. ഇന്നുപോലും ദർശിക്കുന്ന ഭൂതോച്ചാടനത്തിന്റെ
കോലാഹലങ്ങളൊന്നുമില്ലാതെ പുറത്ത് വരിക എന്ന ഒറ്റ വാക്കിൻ്റെ ശക്തിയാൽ ദുരാത്മാക്കളുടെ പറ്റത്തെ ആ മനുഷ്യനിൽ നിന്ന് യേശു ബഹിഷ്കരിക്കുന്നു. പ്രബോധനം കേട്ട് വിസ്മയഭരിതരായവർ യേശുവിൻ്റെ പ്രവൃത്തിയിലും അത്ഭുതം കൂറുകയാണ്. യേശുവിൻ്റെ പ്രബോധനം കേട്ടും പ്രവൃത്തി കണ്ടും ജനം വിസ്മയിക്കുവാനും അത്ഭുതപ്പെടുവാനും ഇടയാകുന്നത് യേശുവിൻ്റെ വാക്കുകളിലെ ശക്തിയാണ്. യേശുവിൻ്റെ പ്രബോധനത്തിലെ വാക്കുകളിൽ ശക്തിയുണ്ടായിരുന്നു. കാരണം അവ ശ്രോതാക്കളിൽ ചലനം ഉളവാക്കുവാൻ പോകുന്നതായിരുന്നു. യേശുവിൻ്റെ പ്രവൃത്തിയിലും ഈ ശക്തി നിഴലിച്ചിരുന്നു. ആകയാൽ അവ ദുരാത്മാക്കളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചു. എവിടെ നിന്നാണ് യേശുവിൻ്റെ വാക്കുകൾക്ക് ശക്തി വരുന്നത്? മർക്കോസിന്റെ ഭാഷ്യത്തിൽ യേശുവിൻ്റെ വാക്കുകളിലെ ശക്തി ദൈവത്തിൽ നിന്നാണ്. കാരണം യേശു സംസാരിച്ചത് ദൈവത്തിൻ്റെ സ്വരമാണ്. യേശു ദൈവിക സംരക്ഷണത്തിൻ്റെ ഉപകരണവും ദൈവിക ശക്തിയുടെ പ്രചോദനവുമാണ്. യേശു ദൗത്യത്തിൻ്റെ ഘടകങ്ങളായ പഠനത്തിലും പ്രവൃത്തിയിലും രൂപം കൊണ്ട ശക്തി അക്കാലത്തെ ജനം അധികാരത്തോടു കൂടിയുള്ള പുതിയ പ്രബോധനം സ്വീകരിക്കുവാൻ ഇടയാക്കി. പ്രിയമുള്ളവരെ, ഒരു പ്രവാചകനെ സംബന്ധിക്കുന്ന സവിശേഷതകൾ മർക്കോസ് സുവിശേഷകൻ യേശുവിൽ കേന്ദ്രീകരിക്കുകയാണ്. ഒന്ന്, യേശു ജനങ്ങളുടെ ഇടയിൽ നിന്നും ജനങ്ങൾക്ക് വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. രണ്ട്, യേശു ഉരുവിടുന്ന വചനം ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. മൂന്ന്, യേശുവിൻ്റെ പ്രബോധനവും പ്രവൃത്തിയും ദൈവം കൽപ്പിച്ചത് പ്രകാരമാണ്. അതിലുപരിയായി യേശു വന്നത് സദ്വാർത്ത അറിയിക്കാനാണ്. ചിലപ്പോൾ അവിടുന്ന് വാക്കുകൾ ഉപയോഗിച്ചു, കൂടാതെ മറ്റു ചിലപ്പോൾ അവിടുന്ന് സൗഖ്യം നൽകി. യേശുവിൻ്റെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും ഒരു വലിയ ശക്തിയെ പ്രതിഫലിപ്പിച്ചു. എന്താണത്? ദൈവത്തിൻ്റെ സ്നേഹം. അവിടുന്ന് ആ സ്നേഹത്തിൻ്റെ ഉപകരണവും ചാലകവുമായി മാറുന്നു. കാരണം അവിടുന്ന് ദൈവമാണ്. ഇന്നിൻ്റെ നമ്മളുടെ ജീവിതത്തിലും യേശുവിൻ്റെ വാക്കുകളും പ്രവൃത്തികളും ശക്തമായ സ്വാധീനം ഉളവാക്കേണ്ടതാണ്. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.